ഹായ് കൂട്ടുകാരെ, സരിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് അത്ര രുചിയുള്ള ഒരു ചക്കയുടെയാണ്. അപ്പോൾ ഈ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചക്കയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് ഈ ചക്കയുടെ ഉണ്ടാക്കിയെടുക്കാനായി ആദ്യം ഈ ചക്കപ്പഴം ഒന്ന് വരട്ടി എടുക്കണം. ഇതിപ്പോൾ കൂഴച്ചക്കയാണ്. വരട്ടുന്നതിന് കൂഴച്ചക്കയാണേലും പരിക്കച്ചക്കയാണേലും കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്കിത് ഈ ചക്കപ്പഴം ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ ചക്ക കുരുവെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വലിച്ച് എടുക്കണം. അതിന് വേണ്ടി നമ്മൾ സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തീയിലിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വലിച്ചെടുക്കാം. ഈ ചക്ക നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നൊന്നുമില്ല. ഇങ്ങനെ വെള്ളം വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ചക്ക വെന്ത് നമ്മൾ പിന്നെ ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് കഴിയുമ്പം നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ചക്കപ്പഴത്തിൻ്റെ വെള്ളം ഇവിടെ ഇപ്പം വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 കിലോ ശർക്കര 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. ഇനി ഇത് പാനിക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇവിടെ ഇപ്പോൾ ഈ ചക്കപ്പഴത്തിൽ നന്നായിട്ട് മധുരം പിടിച്ചിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ആ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവയ്ക്ക് പകരം അരിപ്പൊടിയാണേലും ചേർക്കാം. ഞാനിപ്പം റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 200 ml കപ്പാണ്. അതിന് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരുവിധം ഒന്ന് ചൂടാറുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. നമുക്കൊരു ഇലയിൽ പരത്താനുള്ള പാകത്തിന് ചൂട് ആകണം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ എടുത്ത് വെച്ച ഈ കൂട്ടിൻ്റെ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വാഴയിലയിലേക്കൊന്ന് പരത്തി കൊടുക്കണം. നമ്മളിപ്പം വാഴയിൽ പരത്തി കൊടുത്തു. ഇനി ഇതൊന്ന് മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് 2 സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. നമ്മളിവിടെ പരത്തിയെടുത്ത അട മുഴുവൻ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിപ്പം ആവിക്ക് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് എടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. 2 സൈഡ് എങ്കിലേ ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ വെച്ച് കൊടുത്ത അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അല്പം ചൂട് പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റുമാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.